നമസ്കാരം. പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പ് തൃശൂർ ഉൾപ്പെടെയുള്ള വടക്കൻ ജില്ലകളിലെ പ്രചരണം ആവേശത്തിന്റെ കൊട്ടിക്കലാശത്തിൽ. വൈകിട്ട് 6 മണിവരെയാണ് പരസ്യപ്രചരണം. രാഷ്ട്രീയ പാർട്ടികൾ പ്രാദേശിക പരിധിയിൽ ആവേശത്തോടെ കലാശക്കൊട്ട് നടത്തി പ്രചരണം അവസാനിപ്പിക്കും. നാളെ നിശബ്ദ പ്രചരണം, മറ്റന്നാൾ ജനം വിധിയെഴുതും. മധ്യ തെക്കൻ കേരളത്തിൽ മികച്ച പോളിംഗ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. 3 കോർപ്പറേഷനുകൾ, 39 മുനിസിപ്പാലിറ്റികൾ, 7 ജില്ലാ പഞ്ചായത്തുകൾ ഉൾപ്പെടെ 595 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ്. ജനത്തെ ഭീതിയിലാഴ്ത്തി ഗുരുവായൂരിൽ വീണ്ടും തെരുവുനായ ആക്രമണം. 3.5 വയസ്സുകാരിയടക്കം 3 പേർക്ക് നായയുടെ കടിയേറ്റു. നായയ്ക്ക് പേവിഷബാധയുണ്ടോ എന്ന് സംശയം. വടക്കേക്കാട് മണികണ്ഠേശ്വരത്ത് കാറിൽ ബൈക്കിടിച്ച് അപകടം. 2 യുവാക്കൾക്ക് ഗുരുതര പരിക്ക്. ഒരാളുടെ നില അതീവ ഗുരുതരം. വാർത്തകൾ വിശദമായി. കൊട്ടിക്കലാശത്തിലേക്ക് തെരഞ്ഞെടുപ്പ് വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പ് തൃശൂർ ഉൾപ്പെടെ 7 ജില്ലകളിൽ പ്രചരണം കലാശക്കൊട്ടി. വൈകിട്ട് 6 മണിവരെയാണ് പരസ്യപ്രചരണം. രാഷ്ട്രീയ പാർട്ടികൾ പ്രാദേശിക പരിധിയിൽ ആവേശത്തോടെ കലാശക്കൊട്ട് നടത്തി പ്രചരണം അവസാനിപ്പിക്കും. 7 ജില്ലകളിൽ കലാശക്കൊട്ട് നടക്കുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് മുന്നണികൾ. രാഷ്ട്രീയ ആവേശം അതിന്റെ കൊടുമുടിയിലെത്തിയ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാന ലാപ്പിലായിരുന്നു പകലന്തിയോളം 7 ജില്ലകളിലെയും പ്രവർത്തകർ. ജില്ലാ കേന്ദ്രത്തിലും നഗരഗ്രാമ കേന്ദ്രങ്ങളിലും വാർഡുകൾ കേന്ദ്രീകരിച്ച് പ്രധാന ജംഗ്ഷനുകളിലുമായിരുന്നു കൊട്ടിക്കലാശത്തിന്റെ ആവേശം കൊടിമുടി കയറുന്നത്. സംഘർഷം ഒഴിവാക്കാൻ പോലീസിനെ വിവിധ സ്ഥലങ്ങളിൽ നിയോഗിച്ചിരുന്നു. ചില സ്ഥലങ്ങളിൽ പാർട്ടി അണികൾ തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും വരെ എത്തിയെങ്കിലും പോലീസ് ഇടപെട്ട് പിന്തിരിപ്പിക്കുകയായിരുന്നു. റോഡ് ഷോയുമായിട്ടാണ് പരസ്യപ്രചരണം അവസാനിപ്പിക്കുന്നത്. വീടുകൾ കയറിയുള്ള അവസാന റൗണ്ട് പ്രചരണം, ലഘുലേഖാ വിതരണം എന്നിവ ഇനിയുള്ള 2 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. വോട്ടിംഗ് യന്ത്രത്തിന്റെ മാതൃകാ വോട്ടർമാരെ പരിചയപ്പെടുത്തുക, സ്ലിപ്പ് വിതരണം എന്നിവയും ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 7 ജില്ലകളിൽ മികച്ച പോളിംഗ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിരയാണുള്ളത്. ഉച്ചയോടെ ആകെ പോളിംഗ് ശതമാനം 50%-ഓടടുത്തു. മലയോര മേഖലയിലടക്കം കനത്ത പോളിംഗാണ് രേഖപ്പെടുത്തുന്നത്. വൈകിട്ട് 6 മണിവരെയാണ് വോട്ടെടുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലെ 595 തദ്ദേശ സ്ഥാപനങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. 3 കോർപ്പറേഷനുകൾ, 39 മുനിസിപ്പാലിറ്റികൾ, 7 ജില്ലാ പഞ്ചായത്തുകൾ, 75 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 471 ഗ്രാമപഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലേക്കാണ് ഇന്ന് ജനവിധി. 11,168 വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ്. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ കേച്ചേരി ഡിവിഷനിൽ നിന്നും തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നിശ്ചയിച്ച ഉദ്യോഗസ്ഥർക്ക് ആശങ്ക. പോസ്റ്റൽ വോട്ടുള്ള ഡിവിഷനിലെ വോട്ടർമാരായ ഉദ്യോഗസ്ഥരാണ് റിട്ടേണിംഗ് ഓഫീസറുടെ നിരുത്തരവാദിത്വം മൂലം വോട്ട് നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിലായിരിക്കുന്നത്. CCTV ന്യൂസ് എക്സ്ക്ലൂസീവ്. പുതുക്കി നിശ്ചയിച്ചതനുസരിച്ച് ബ്ലോക്ക് പഞ്ചായത്തിലെ 10ാം നമ്പർ ഡിവിഷനായ കേച്ചേരിയിലെ വോട്ടർമാരും തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി നിശ്ചയിക്കപ്പെട്ടവരുമായവർക്കാണ് റിട്ടേണിംഗ് ഓഫീസർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ നിരുത്തരവാദിത്വം മൂലം വോട്ട് നഷ്ടപ്പെടുന്ന സ്ഥിതിവിശേഷമുണ്ടായിരിക്കുന്നത്. റിട്ടേണിംഗ് ഓഫീസറായ പൊതുമരാമത്ത് വകുപ്പ് ജില്ലാ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിതരണം ചെയ്തിട്ടുള്ള പോസ്റ്റൽ ബാലറ്റ് തൊട്ടടുത്തുള്ള ചൂണ്ടൽ ഡിവിഷനിലേതാണ്. പോസ്റ്റൽ ബാലറ്റ് ലഭിച്ച ഭൂരിപക്ഷം പേർക്കും ചൂണ്ടൽ ഡിവിഷനിലെ സ്ഥാനാർത്ഥികളുടെ പേര് രേഖപ്പെടുത്തിയ ബാലറ്റ് പേപ്പറാണ് ലഭിച്ചിട്ടുള്ളത്. ചൊവ്വാഴ്ച വൈകുന്നേരത്തിനകം ഈ ബാലറ്റുകൾ മാറ്റി കേച്ചേരി ഡിവിഷനിലെ സ്ഥാനാർത്ഥികളുടെ പേര് ഉൾപ്പെടുത്തിയ ബാലറ്റ് പേപ്പറുകൾ ലഭിച്ചില്ലെങ്കിൽ തങ്ങളുടെ സമ്മതിദാനാവകാശം നിഷേധിക്കപ്പെടുമോ എന്ന ആശങ്കയിലാണ് ഉദ്യോഗസ്ഥർ. ബുധനാഴ്ച രാവിലെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി പോകേണ്ടി വരികയും വ്യാഴാഴ്ച വൈകുന്നേരം പോളിംഗ് അവസാനിച്ച് വോട്ടിംഗ് യന്ത്രം ഉൾപ്പെടെയുള്ള സാമഗ്രികൾ തിരിച്ചേൽപ്പിച്ച് മാത്രമാണ് ഉദ്യോഗസ്ഥർക്ക് തിരിച്ചെത്താനാകൂ. ചൊവ്വാഴ്ച ഉദ്യോഗസ്ഥർ തങ്ങളുടെ ജോലിസ്ഥലങ്ങളിൽ പോയതിനാൽ വൈകിട്ട് മാത്രമാണ് തിരിച്ചെത്തുക. അതുകൊണ്ടുതന്നെ ബാലറ്റ് കൈപ്പറ്റണമെങ്കിൽ വൈകിട്ട് വീട്ടിലെത്തിയ ശേഷം മാത്രമേ കഴിയൂ എന്ന സാഹചര്യവുമുണ്ട്. റിട്ടേണിംഗ് ഓഫീസറുടെയും മറ്റ് ഉദ്യോഗസ്ഥരുടെയും നിരുത്തരവാദിത്വ നടപടി മൂലം തങ്ങളുടെ സമ്മതിദാനാവകാശം നിർവഹിക്കാൻ കഴിയാതെ വരുമോ എന്നതാണ് പോസ്റ്റൽ വോട്ടുള്ളവരെ വലയ്ക്കുന്നത്. തങ്ങളുടെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചയുണ്ടായിട്ടും വിതരണം ചെയ്ത ബാലറ്റിനു പകരം പുതിയ ബാലറ്റ് ഏറ്റുവാങ്ങാൻ
റിട്ടേണിംഗ് ഓഫീസറുടെ ഓഫീസിലെത്തണം എന്ന നിർദ്ദേശം ലഭിച്ചതായും പലരും വ്യക്തമാക്കുകയുണ്ടായി. സംഭവം വിവാദമായതോടെ വോട്ടർമാരായ ഉദ്യോഗസ്ഥർക്ക് പകരം ബാലറ്റ് എത്തിക്കാനുള്ള ശ്രമം റിട്ടേണിംഗ് ഓഫീസറുടെ ഭാഗത്തുനിന്ന് ആരംഭിച്ചിട്ടുണ്ട്. കേച്ചേരി ഡിവിഷനിൽ ഉൾപ്പെടുന്ന 100-ലേറെ ഉദ്യോഗസ്ഥർക്ക് വീടുകളിലെത്തി ബാലറ്റ് വിതരണം ചെയ്യുന്നതിനാണ് നീക്കം. ഇത് എത്രമാത്രം പ്രായോഗികമായി നടപ്പാക്കാനാകുമെന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്. ചുണ്ടൽ പഞ്ചായത്തിലെ 20-ാം വാർഡിൽ വിജയം ഉറപ്പിക്കാൻ UDFും LDFും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ വിജയം കൈപ്പിടിയിലാക്കാനുള്ള അവസാനവട്ട പ്രവർത്തനങ്ങളിൽ സജീവമായിരിക്കുകയാണ് UDF സ്ഥാനാർത്ഥി AL ജെയിംസും LDF സ്ഥാനാർത്ഥി ജിഷ സുനിൽകുമാറും. പഞ്ചായത്തിൽ വാർഡ് പുനഃസംഘടനയുടെ ഭാഗമായി പഴയ 18-ാം വാർഡിന്റെ ഭൂരിപക്ഷം വരുന്ന ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ച് പുതുതായി രൂപീകൃതമായ വാർഡാണ് പയ്യൂർ. കാലങ്ങളായി ഇടതുപക്ഷത്തെ വിജയം തുണയ്ക്കുന്ന വാർഡിനെ ഇത്തവണ തങ്ങൾക്കനുകൂലമാക്കാനുള്ള തീവ്രശ്രമത്തിലാണ് UDF. പ്രാദേശിക നേതാവും വ്യാപാരിയുമായ AL ജെയിംസിനെയാണ് ഇതിനായി UDF രംഗത്തിറക്കിയിട്ടുള്ളത്. വാർഡിൽ തനിക്കുള്ള വ്യക്തിബന്ധങ്ങൾ വോട്ടാക്കി മാറ്റാനാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് നാട്ടുകാർക്കിടയിൽ ജിമ്മി എന്നറിയപ്പെടുന്ന ജെയിംസിനുള്ളത്. മത്സരരംഗത്ത് ആദ്യമായാണെങ്കിലും കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞും സൗഹൃദം പുതുക്കിയുമാണ് ജെയിംസ് വീടുകൾ കയറി വോട്ട് അഭ്യർത്ഥന നടത്തുന്നത്. മുൻ ഭരണസമിതികളുടെ വികസന വിരുദ്ധ നിലപാട് വിശദീകരിച്ച് വോട്ട് ചോദിക്കുന്ന ജെയിംസിന് വലിയ ആത്മവിശ്വാസമാണുള്ളത്. ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രമായ പയ്യൂരിൽ ഇക്കുറി വിജയം ഉറപ്പാണെന്നാണ് UDF ക്യാമ്പ് പറയുന്നത്. മാറ്റത്തിനായി ഒരു വോട്ട് എന്നതാണ് വോട്ടർമാർക്ക് മുന്നിൽ ജെയിംസും UDFും മുന്നോട്ട് വയ്ക്കുന്നത്. കോൺഗ്രസിന്റെ മേഖലയിലെ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായ ജെയിംസിലൂടെ വാർഡിനെ UDFിനൊപ്പം നിർത്താനാകുമെന്ന പ്രതീക്ഷയും മുന്നണി നേതൃത്വത്തിനുണ്ട്. അതേസമയം ജനറൽ സീറ്റായ 20-ാം വാർഡിൽ ഇടതുപക്ഷം മത്സരത്തിനിറക്കിയിരിക്കുന്നത് വനിതാ സ്ഥാനാർത്ഥിയായ ജിഷ സുനിൽകുമാറിനെയാണ്. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ എന്ന നിലയിൽ വാർഡിലുള്ള ജിഷയുടെ വ്യക്തിബന്ധങ്ങളും ഓരോ കുടുംബങ്ങളായി നേരിട്ടുള്ള ബന്ധങ്ങളിലുമാണ് LDF പ്രതീക്ഷ വയ്ക്കുന്നത്. സ്ത്രീകളുടെ വോട്ടുകൾ തങ്ങൾക്കനുകൂലമാക്കാൻ ജിഷയുടെ സ്ഥാനാർത്ഥിത്വത്തിന് കഴിയുമെന്ന ആത്മവിശ്വാസവും LDFിനുണ്ട്. പയ്യൂരിലെ പ്രമുഖ കുടുംബമായ കണ്ടംപുള്ളിയിലെ മരുമകൾ എന്ന നിലയിലുള്ള സ്വീകാര്യതയും LDFിന് ഗുണം ചെയ്യുമെന്നാണ് മുന്നണി നേതൃത്വം കരുതുന്നത്. കാലങ്ങളായി ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രങ്ങളിലൊന്നായ പയ്യൂരിൽ വിജയം ഉറപ്പാണെന്നാണ് പ്രവർത്തകരുടെ അഭിപ്രായം. കൂടാതെ കാലങ്ങളായി ഇടതുമുന്നണിക്കായി NCP വിജയിച്ചിരുന്ന വാർഡിൽ ഇക്കുറി സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കുന്നതിന്റെ ആത്മവിശ്വാസവും പാർട്ടി പ്രവർത്തകർക്കുണ്ട്. പുതിയ വാർഡിൽ പാർട്ടി ചിഹ്നത്തിൽ തന്നെ വോട്ട് ചെയ്യാനാകുന്നതിന്റെ ആഹ്ലാദത്തിലാണ് ഇടതുപക്ഷ പ്രവർത്തകർ. UDFും LDFും ഒരുപോലെ പ്രതീക്ഷ വയ്ക്കുന്ന വാർഡിൽ വിജയം ആർക്കൊപ്പമെന്നറിയാൻ വിധി നിർണയ ദിനം വരെ കാത്തിരിക്കേണ്ടിവരും. UDF, LDF മുന്നണികൾക്കൊപ്പം BJP സ്ഥാനാർത്ഥി MS സതീശനും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അനിലനും മത്സരരംഗത്തുണ്ട്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണാർത്ഥം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി റാലിയും പൊതുയോഗവും നടത്തി. LDF കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ അണിനിരത്തി പഞ്ചവാദ്യത്തിന്റെയും വാദ്യാഘോഷങ്ങളുടെയും അകമ്പടിയോടെ ആയിരക്കണക്കിന് പേർ അണിനിരന്ന റാലി കടവല്ലൂർ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച് പെരുമ്പിലാവ് സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി ഉദ്ഘാടനം ചെയ്തു. CPI സംസ്ഥാന കമ്മിറ്റി അംഗം KK വത്സരാജ് മുഖ്യപ്രഭാഷണം നടത്തി. CPIM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം KB ജയൻ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി. CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മണികണ്ഠൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം പത്മ വേണുഗോപാൽ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ KE സുധീർ, അജിത് കുമാർ എന്നിവർ സംസാരിച്ചു. നഗരസഭയിലെ UDF സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം വാക്ക് ഫോർ ഗുരുവായൂർ പദയാത്ര നടത്തി. AICC സെക്രട്ടറി TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ മഞ്ജുളാൽ പരിസരത്ത് നിന്നും ആരംഭിച്ച പദയാത്ര പടിഞ്ഞാറേ നടയിൽ സമാപിച്ചു. DCC സെക്രട്ടറി അഡ്വക്കേറ്റ് TS അജിത്, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ KP ഉദയൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്, KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ, UDF നേതാക്കൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഹൈക്കോടതി നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി പരസ്യമായി ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചോദിച്ച് പ്രചരണം നടത്തിയ ഗുരുവായൂർ ദേവസ്വം ചെയർമാനും മാനേജിംഗ് കമ്മിറ്റി അംഗവും സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയെന്നും അടിയന്തരമായി ഇവർ രാജിവെക്കണമെന്നും TN പ്രതാപൻ ആവശ്യപ്പെട്ടു. LDF കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റാലിയും പൊതുസമ്മേളനവും നടത്തി. വെള്ളറക്കാട് സെന്ററിൽ നിന്ന് ആരംഭിച്ച റാലി പന്നിത്തടം സെന്ററിൽ സമാപിച്ചു. വാദ്യമേളവും നാടൻ കലാരൂപങ്ങളും റാലിക്ക് അകമ്പടിയേകി. തുടർന്ന് നടന്ന പൊതുസമ്മേളനം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സേവ്യർ ചിറ്റ്ലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. LDF പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ സത്താർ നീണ്ടൂർ അധ്യക്ഷനായി. CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി EM സതീശൻ, CPIM ഏരിയ സെക്രട്ടറി KD ബാഹുലയൻ,
INL സംസ്ഥാന കമ്മിറ്റി അംഗം ഹംസ ഹാജി, LDF പഞ്ചായത്ത് കൺവീനർ PS പ്രസാദ്, അഡ്വക്കേറ്റ് KM നൌഷാദ്, ഫ്രാൻസിസ് കൊള്ളന്നൂർ, CH ലാഷ് എന്നിവർ സംസാരിച്ചു. ഇനി ദേശചരിതം. ഒരു ദശകമായി LDF ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനമാണ് തൃത്താല ഗ്രാമപഞ്ചായത്ത്. 2020 തെരഞ്ഞെടുപ്പിൽ 17 സീറ്റുകളിൽ LDF 12ഉം 5 സീറ്റ് UDFും നേടി. ഭരണ തുടർച്ച LDF ലക്ഷ്യമിടുമ്പോൾ ഭരണം തിരിച്ചുപിടിക്കാനാണ് UDFിന്റെ പരിശ്രമങ്ങൾ. പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി താലൂക്കിൽ തൃത്താല ബ്ലോക്കിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് തൃത്താല ഗ്രാമപഞ്ചായത്ത്. ജില്ലയുടെ പടിഞ്ഞാറെ അതിർത്തിയിലുള്ള പഞ്ചായത്തുകളിലൊന്നാണ് തൃത്താല. 22.78 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ തൃത്താല, പട്ടിത്തറ എന്നീ വില്ലേജുകളിലായി വ്യാപിച്ചു കിടക്കുന്നതാണ് തൃത്താല ഗ്രാമപഞ്ചായത്ത്. തൃത്താല പഞ്ചായത്തിന്റെ വടക്കേ അതിരിൽ ഭാരതപ്പുഴ ഒഴുകുന്നു. ഏതാണ്ട് 6 കിലോമീറ്റർ ദൂരം പുഴയോരമുണ്ട്. കിഴക്കുഭാഗത്ത് പട്ടാമ്പി നഗരസഭയും ഭാരതപ്പുഴയും, പടിഞ്ഞാറുഭാഗത്ത് പട്ടിത്തറ പഞ്ചായത്തും, തെക്കുഭാഗത്ത് നാഗലശ്ശേരി, തിരുമിറ്റക്കോട് പഞ്ചായത്തുകളുമാണ് അതിരുകൾ. സമുദ്രനിരപ്പിൽ നിന്ന് 8 മീറ്ററിനും 75 മീറ്ററിനും ഇടയിലുള്ള ഇടനാട് മേഖലയിൽ ഉൾപ്പെടുന്നതാണ് തൃത്താല. വൈവിധ്യവും സംസ്കാരവും പൈതൃകവും ഒരുമിക്കുന്ന തൃത്താല ആസന്നമായ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ്. ഭരണം നിലനിർത്താൻ LDFും ഭരണം തിരിച്ചുപിടിക്കാൻ UDFും കളം നിറഞ്ഞതോടെ വാശിയേറിയ പ്രചരണ പ്രവർത്തനങ്ങളിലാണ് ഇരു മുന്നണികളും. തങ്ങൾക്ക് സ്വാധീനമുള്ള വാർഡുകളിൽ വിജയിച്ചു കയറാൻ BJPയും മത്സര രംഗത്തുണ്ട്. 2015 നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 17 സീറ്റുകളിൽ 9 എണ്ണത്തിൽ വിജയം നേടി LDF ഭരണത്തിലെത്തി. 7 സീറ്റിൽ UDFും 1 സീറ്റിൽ BJPയും വിജയിച്ചു. 2020 തെരഞ്ഞെടുപ്പിൽ 17 സീറ്റുകളിൽ 12 എണ്ണത്തിൽ LDF വിജയിച്ച് ഭരണ തുടർച്ച നേടി. 5 സീറ്റുകളാണ് UDFിന് ലഭിച്ചത്. CPMലെ PK ജയ പഞ്ചായത്ത് പ്രസിഡന്റും പാർട്ടിയിലെ തന്നെ KP ശ്രീനിവാസൻ വൈസ് പ്രസിഡന്റുമായി നിലവിലെ കക്ഷിനില. ആകെ വാർഡുകൾ 17, LDF 12, UDF 5. ഇതിൽ കോൺഗ്രസിന് 3ഉം മുസ്ലിം ലീഗിന് 2 സീറ്റുകളുമാണുള്ളത്. ഇത്തവണ നടന്ന വാർഡ് വിഭജനത്തോടെ വാർഡുകളുടെ എണ്ണം 17ൽ നിന്നും 19ആയി വർദ്ധിച്ചു. സമഗ്ര വികസനത്തിന്റെ 5 വർഷങ്ങളാണ് കടന്നുപോയതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് PK ജയ പറഞ്ഞു. 5 വർഷക്കാലങ്ങളിൽ ഏകദേശം 7 കോടിയോളം രൂപ കാർഷിക മേഖലയിലേക്ക് മാത്രമായി പഞ്ചായത്ത് മാറ്റിവെച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തു കൊടുക്കുന്നത് കൂലിയായാലും നെൽവിത്തിനുള്ള നെൽവിത്തിന്റെ കാര്യത്തിലായാലും ഒക്കെ തന്നെ ഒരു മികച്ച പ്രവർത്തനം. അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമായ ഫണ്ട് കൊടുക്കാൻ ഈ കാലയളവിൽ സാധിച്ചിട്ടുണ്ട്. മക്കൈക്ക് പദ്ധതിയിൽ ഏകദേശം 377ഓളം വീടുകൾ എഗ്രിമെന്റ് വയ്ക്കാനും അതിൽ ഏറ്റവും അധികം കൂടുതലായിട്ട് ഒരു 288ഓളം വീടുകൾ പൂർത്തീകരിക്കാനും സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പട്ടയം നമ്മളുടെ പഞ്ചായത്തിലെ 3, 11, 12, 14 വാർഡുകളിലായി ലക്ഷംവീട് കോളനികളുണ്ട്. ഇവിടെയുള്ള ഇതൊക്കെ പഞ്ചായത്തിൻ്റെ തന്നെ സ്ഥലം ആണ് എങ്കിൽ പോലും അത് അവരുടേതായിരുന്നില്ല. അതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ഏകദേശം 56 പട്ടയങ്ങളാണ് ഈ കാലയളവിൽ ഇവർക്ക് കിട്ടാൻ ആവശ്യമായ സൗകര്യം പഞ്ചായത്തിന്റെ കൂടി സഹായത്തോടു കൂടി ചെയ്തിട്ടുണ്ട്. എല്ലാ മേഖലകളിലും വികസനം എത്തിക്കാനായി ജില്ലയിൽ ആദ്യമായി സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ആരോഗ്യ സംരക്ഷണത്തിനായി അരുണിമ പദ്ധതി നടപ്പിലാക്കി. 17 വാർഡുകളിലെയും ഗ്രാമീണ പാതകൾ നവീകരിച്ചു. പഞ്ചായത്ത് മീറ്റിംഗ് ഹാളുകൾ അറ്റകുറ്റപ്പണി നടത്തി മികച്ചതാക്കി. ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോടെ ആയുർവേദ ആശുപത്രിക്ക് സ്വന്തമായി കെട്ടിടം, ഹോമിയോ ആശുപത്രിക്ക് പഞ്ചായത്ത് ഫണ്ടിൽ സ്വന്തം കെട്ടിടം എന്നിവ നിർമ്മിച്ചു. പാലിയേറ്റീവ് കിടപ്പ് രോഗികൾക്ക് മികച്ച സേവനം നൽകാനും ഈ ഭരണസമിതിക്കായതായി PK ജയ പറഞ്ഞു. ആയുർവേദ ആശുപത്രിക്ക് NBH അംഗീകാരം, തൃത്താല സർക്കാർ ആശുപത്രിയിൽ ഈവനിംഗ് OP, പഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകളിലും അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കി. തൊഴിലുറപ്പ് പദ്ധതി മികച്ച രീതിയിൽ നടപ്പിലാക്കി. പഞ്ചായത്തിന് മഹാത്മാ അവാർഡും മാലിന്യ സംസ്കരണം മികച്ച രീതിയിൽ നടപ്പിലാക്കിയതിന് ജില്ലാ പഞ്ചായത്തിന്റെ അനുമോദനം എന്നിവ ലഭിച്ചു. കാർഷിക മേഖലയ്ക്കും വൻ ഉണർവ് നൽകാനായി ലൈഫ് പദ്ധതി മികച്ച രീതിയിൽ നടത്താനായി. ദ്രവമാലിന്യ സംസ്കരണത്തിന് പ്രത്യേക പരിഗണന നൽകാനും ഈ ഭരണസമിതിക്കായതായി PK ജയ പറഞ്ഞു. അതേസമയം വികസന മുരടിപ്പിന്റെയും ഭരണ തകർച്ചയുടെയും 5 വർഷങ്ങളാണ് കടന്നുപോയതെന്ന് പ്രതിപക്ഷ നേതാവും UDF പഞ്ചായത്ത് അംഗവുമായ PV മുഹമ്മദ് അലി പറഞ്ഞു. 2.5 പതിറ്റാണ്ടുകാലം CPM നേതൃത്വം നൽകിയ ഭരണസമിതി അതിന്റെ ഈ അവസാന 5 വർഷക്കാലം ഒരു തരത്തിലുള്ള നീതിപൂർവമായ ഒരു പ്രവൃത്തിയും നടത്താത്ത ഒരു പഞ്ചായത്ത് ഭരണസമിതിയാണ് ഈ 5 വർഷക്കാലമുള്ളത്. ഗ്രാമീണ റോഡുകളുടെ തകർച്ച, അതുപോലെ തന്നെ കുടിവെള്ള
എത്താത്ത സ്ഥലങ്ങൾ, നിലവിലുള്ള കുടിവെള്ള പദ്ധതികൾ തന്നെ അവിടെ റിപ്പയർ ചെയ്യാത്തത് ഓരോ സന്ദർഭങ്ങളും റിപ്പയർ ചെയ്യാത്തതിന്റെ ഫലമായി അത് കുടിവെള്ളം കിട്ടാത്ത ഒരു സാഹചര്യം പല മേഖലയിലും ഉണ്ട്. പല ചെറിയ ശുദ്ധജല പദ്ധതികളടക്കം മോട്ടോർ തകർച്ച പോലെ തന്നെ, അതുപോലെ തന്നെ വൈദ്യുതി കണക്ഷൻ നിഷേധിച്ചിട്ടുള്ള ഒട്ടേറെ അനുഭവങ്ങൾ പഞ്ചായത്തിൽ കേൾക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഈ പഞ്ചായത്ത് ഏറ്റവും കൂടുതൽ തെരുവ് നായക്കളുടെ വലിയ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു ചെറിയ 4 വയസ്സായ ഒരു കുട്ടിയെ നായ വീടിന് മുന്നിൽ വെച്ച് കടിച്ച്, അതുപോലെ തന്നെ ആ കുട്ടിയെ വലിയ തരത്തിലുള്ള പ്രയാസം അനുഭവിച്ച് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്ത് ഇപ്പോഴും ചികിത്സയിലാണ് ആ കുട്ടി ഉള്ളത്. ആ കുടുംബം വലിയ പ്രയാസമാണ്. തകർന്ന റോഡുകൾ സഞ്ചാരയോഗ്യമാക്കിയില്ല. ജലജീവൻ പദ്ധതിക്ക് പൈപ്പിടാൻ പൊളിച്ച മുടവന്നൂർ മാട്ടായ പിറപ്പ് റോഡ്, കാക്കരാത്തുപടി വട്ടോളിക്കാവ് ലിങ്ക് റോഡ് എന്നിവ തകർന്നു കിടക്കുകയാണ്. VK കടവ് GMLP സ്കൂളിന് പുതിയ കെട്ടിടത്തിനായി MLA ഫണ്ട് അനുവദിച്ചിട്ടും അനുമതി നിഷേധിച്ചു. 10 ലക്ഷം രൂപ മുടക്കി പുതിയ തെരുവുവിളക്ക് സ്ഥാപിച്ചതിൽ ഭൂരിഭാഗവും ഇപ്പോൾ കത്തുന്നില്ല. ശുദ്ധജലക്ഷാമം പരിഹരിക്കാനായില്ല. കളിസ്ഥലം നിർമ്മിക്കാൻ നടപടിയില്ല. ലൈഫ് വീടുകൾക്ക് കൃത്യമായി ഫണ്ട് അനുവദിക്കാനുമായില്ല. തൃത്താല ടൗണിലെ ശുചിമുറി നന്നാക്കാനും ഈ ഭരണസമിതിക്കായില്ല. 1995-2000 വർഷത്തിൽ UDF ഭരണസമിതി പട്ടികജാതി ഫണ്ട് ഉപയോഗിച്ച് മുടവന്നൂരിൽ വാങ്ങിയ സ്ഥലം സർക്കാർ വനിതാ നഴ്സിംഗ് കോളേജ് നിർമ്മാണത്തിന് വിട്ടുകൊടുത്തിട്ട് വർഷം 2 കഴിഞ്ഞിട്ടും പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞില്ലെന്നും മുഹമ്മദ് അലി പറഞ്ഞു. ഖര-ജൈവ മാലിന്യങ്ങൾ യഥാസമയം സംസ്കരിക്കുന്നില്ല. സംസ്ഥാന സർക്കാരിന്റെ പെർഫോമൻസ് ഓഡിറ്റിൽ പദ്ധതി നിർവഹണത്തിൽ തൃത്താല പഞ്ചായത്തിന്റെ സ്ഥാനം 888 മാറി. പഞ്ചായത്ത് ഓഫീസ് നവീകരണം എന്ന പേരിൽ ബോർഡ് തീരുമാനമോ ടെൻഡർ നടപടികളോ നടത്താതെ പ്രവൃത്തി നടത്തുകയും ഫർണിച്ചർ വാങ്ങിക്കൂട്ടുകയും ചെയ്തതായി അദ്ദേഹം പറഞ്ഞു. മറ്റു വാർത്തകളിലേക്ക്. വടക്കേക്കാട് മണികണ്ഠേശ്വരത്ത് കാറിൽ ബൈക്കിടിച്ച അപകടം 2 യുവാക്കൾക്ക് ഗുരുതര പരിക്ക്. ഒരാളുടെ നില അതീവ ഗുരുതരമാണ്. തിങ്കളാഴ്ച വൈകിട്ട് 5ഓടെയാണ് അപകടമുണ്ടായത്. എരമംഗലം സ്വദേശി സഞ്ചരിച്ച കാർ സംസ്ഥാന പാതയിൽ നിന്നും സിദ്ദിഖ് പള്ളി റോഡിലേക്ക് പ്രവേശിക്കുന്നതിനിടെ പിറകിൽ നിന്നും അമിത വേഗതയിലെത്തിയ ബൈക്ക് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഇരുവരും തെറിച്ചു വീണു. ഗുരുതര പരിക്കേറ്റ യുവാക്കളെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂരിൽ 3.5 വയസ്സുകാരിയടക്കം 3 പേർക്ക് തെരുവ് നായയുടെ കടിയേറ്റു. തൊഴിയൂർ മാളിയേക്കൽപ്പടി ആഞ്ഞിലക്കടവത്ത് അമീർ മകൾ 3.5 വയസ്സുള്ള ഫാത്തിമ നൈസ, മാളിയേക്കൽപ്പടി ചെങ്ങച്ചേരി സുലൈമാന്റെ ഭാര്യ ജാസ്മിൻ, വെങ്കിടങ്ങ എടക്കളത്തൂർ വീട്ടിൽ സ്മിജോ എന്നിവർക്കാണ് നായയുടെ കടിയേറ്റത്. പേവിഷബാധയുണ്ടോ എന്ന് സംശയമുണ്ട്. ആക്രമണകാരിയായ നായയ്ക്ക് വേണ്ടി നാട്ടുകാർ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. മറ്റം സെന്റ് തോമസ് ഇടവക ദേവാലയത്തിന് കീഴിലുള്ള വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ യൂണിറ്റിന്റെ വാർഷികം ആഘോഷിച്ചു. സെന്റ് തോമസ് ഫൊറോന പള്ളി വികാരി ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആളൂർ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് പ്രിൻസി ജോസഫ് അധ്യക്ഷയായി. സെക്രട്ടറി PT ആന്റോ വാർഷിക റിപ്പോർട്ടും ട്രഷറർ KJ ബിനോയ് കണക്കും അവതരിപ്പിച്ചു. സഹവികാരി ഫ്രാങ്കോ ഫ്രോണിസ് ചെറുതാണിക്കൽ, സിസ്റ്റർ നിർമ്മല, സിസ്റ്റർ അനില, കേന്ദ്ര കമ്മിറ്റി കൺവീനർ CO ജെയ്സൺ, കൈക്കാരൻ MJ ജോഷി എന്നിവർ സംസാരിച്ചു. അവാർഡ് ദാനം, കലാപരിപാടികൾ, സ്നേഹവിരുന്നും എന്നിവയും വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടന്നു. കടവല്ലൂർ പഞ്ചായത്തിൽപ്പെട്ട ഒറ്റപ്പിലാവ് മുട്ടിപ്പാലം തോട്ടിൽ താൽക്കാലിക ബണ്ട് നിർമ്മിച്ചതോടെ കടവല്ലൂർ കൊള്ളഞ്ചേരി തോട്ടിലെ വെള്ളം താഴ്ന്നു. ജലസേചന മാർഗം തടസ്സപ്പെട്ടതോടെ അടിമനത്താഴം, കൊള്ളഞ്ചേരി എന്നീ പാടശേഖരങ്ങളിലെ 100ഓളം ഏക്കർ നെൽകൃഷി ഉണക്ക് ഭീഷണിയിലായി. തണത്തറ തോട്ടിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം തടഞ്ഞു നിർത്തി ഒറ്റപ്പിലാവിലെയും ചാലിശ്ശേരിയിലെയും കൃഷിക്ക് ഉപയോഗിക്കാനാണ് മുട്ടിപ്പാലം തോട്ടിൽ ബണ്ട് നിർമ്മിച്ചത്. ഇവിടെയുണ്ടായിരുന്ന തടയണയും പാലവും പുതുക്കി പണിയുന്നതിന്റെ ഭാഗമായി പൊളിച്ചു നീക്കിയിരുന്നു. 2 കോടി രൂപയുടെ മുട്ടിപ്പാലം പദ്ധതിക്ക് തുടക്കമിട്ടെങ്കിലും പണി പാതി വഴിയിൽ നിർത്തി. തടയണ ഇല്ലാതായതോടെ മുട്ടിപ്പാലം തോട്ടിൽ വെള്ളം ശേഖരിക്കാൻ സാധിക്കാതായി. ഇതോടെ ആ ഭാഗത്തെ നെൽകൃഷിക്ക് ഉണക്കം ബാധിച്ചു. തുടർന്നാണ് താൽക്കാലിക ബണ്ട് സ്ഥാപിച്ചത്. അതിനുശേഷം തോടിന്റെ ഒരു വശത്ത് വെള്ളം തിങ്ങി നിറഞ്ഞിരുന്നു. തുടർന്ന് ബണ്ട് തകരാതിരിക്കാൻ കൂടുതൽ ഉയർത്തി. തോട്ടിലെ വെള്ളം പൂർണ്ണമായി തടഞ്ഞത് തണത്തറ തോട്ടിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം ആശ്രയിക്കുന്ന മറ്റു പാടശേഖരങ്ങൾക്ക് തിരിച്ചടിയായി. അടിമനത്താഴത്തെയും കൊള്ളഞ്ചേരിയിലെയും നെൽച്ചെടികൾക്ക് കതിരിടുന്ന പ്രായമായി. ഇപ്പോൾ സമൃദ്ധിയായി വെള്ളം എത്തിക്കേണ്ട സമയമാണ്. എന്നാൽ തോട്ടിലെ വെള്ളം താഴ്ന്നതോടെ കണ്ടങ്ങളിലേക്കുള്ള ഒഴുക്ക് നിലച്ചു. 2-3 ദിവസം കൂടി ഈ അവസ്ഥ തുടർന്നാൽ നെൽച്ചെടികൾ ഉണങ്ങി നശിക്കുമെന്നാണ് ആശങ്ക. ബണ്ട് ഭാഗികമായി തുറന്ന് മറ്റു പാടശേഖരങ്ങളിലേക്ക്
ആവശ്യത്തിന് വെള്ളമെത്തിക്കാനുള്ള സംവിധാനം ഒരുക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ CITU 10ാമത് സ്ഥാപക ദിനം ഗുരുവായൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. പന്തായി ക്ഷേത്രത്തിന് സമീപം ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി RV ഇക്ബാൽ പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് S സോമൻ അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി PG കണ്ണൻ, സംസ്ഥാന കമ്മിറ്റി അംഗം അജിത് ഗുരുവായൂർ, സൗമ്യ, DCC മെമ്പർ രഘു, അനീഷ്, സരള, പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. ചാലിശ്ശേരി ഗേൾസ് ആൻഡ് വുമൺ പ്രയർ ഫെലോഷിപ്പ് 14ാമത് വാർഷികവും സുവിശേഷ യോഗവും സമാപിച്ചു. RS ജയലാൽ വചന പ്രഘോഷണം നടത്തി. ഗാനശുശ്രൂഷയും സ്നേഹവിരുന്നും ഉണ്ടായി. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. വാർഷിക യോഗത്തിന് ശലോമി സോമൻ സ്വാഗതവും മിനി ഗിൻസ് നന്ദിയും പറഞ്ഞു. അക്കിക്കാവ് മാർ ഒസ്താത്തിയോസ് കോളേജിലെ 2024-26 വർഷത്തെ ബാച്ചിന്റെ ആർട്സ് ഫെസ്റ്റിന് തുടക്കമായി. മിഹാര കോളേജ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ 2 ദിവസങ്ങളിലായി നടക്കുന്ന ഫെസ്റ്റ് സിനി ആർട്ടിസ്റ്റും മിമിക്രി കലാകാരനുമായ അഖിൽ S പറവൂർ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഡോക്ടർ PA വർഗീസ് അധ്യക്ഷത വഹിച്ചു. കോളേജ് ചെയർമാൻ ജെറി ജോൺ, ഫൈൻ ആർട്സ് സെക്രട്ടറി രഞ്ജിത, അധ്യാപകരായ ബെഫി, ദീപിത തുടങ്ങിയവർ സംസാരിച്ചു. 2 ദിവസങ്ങളിലായി നടത്തുന്ന ഫെസ്റ്റിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. മറ്റം സെന്റ് മേരീസ് കോൺവെന്റ് LP സ്കൂളിൽ വിസ്മയ കാഴ്ചയൊരുക്കി കിഡ്സ് കാർണിവൽ. സമീപ പ്രദേശങ്ങളിലെ നഴ്സറി, അംഗൻവാടി വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി നടത്തിയ കിഡ്സ് കാർണിവലിൽ 100ഓളം കുരുന്നുകൾ പങ്കെടുത്തു. മറ്റം സെന്റ് മേരീസ് കോൺവെന്റ് LP സ്കൂളിലെ പ്രധാന അധ്യാപിക സിസ്റ്റർ ഷാലി മരിയ, എളവള്ളി ബെൽസീദ കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ വിമൽ ഗ്രേസ് എന്നിവർ കുട്ടികളുടെ ഇഷ്ടകഥാപാത്രമായ ഡോറ ബുജിയുടെ സ്നേഹക്കൂടാരത്തോടെ നാടമുറിച്ചുകൊണ്ട് കിഡ്സ് കാർണിവൽ ഉദ്ഘാടനം ചെയ്തു. പ്രച്ഛന്നവേഷം, കളറിംഗ്, മ്യൂസിക്കൽ ചെയർ എന്നിങ്ങനെ വിവിധ മത്സരങ്ങളും കാർണിവലിന്റെ ഭാഗമായി നടത്തിയിരുന്നു. വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മധുരപലഹാരങ്ങളും കാറ്റാടി പമ്പരവും കിഡ്സ് കാർണിവലിൽ പങ്കെടുത്തവർക്ക് സമ്മാനിച്ചു. സിസ്റ്റർ അനില കണ്ണനായ്ക്കൽ, ജസീന്ത ടീച്ചർ എന്നിവർ കിഡ്സ് കാർണിവലിന് നേതൃത്വം നൽകി. വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ CITU സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗുരുവായൂർ കിഴക്കേ നടയിൽ പതാക ഉയർത്തി. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് C സുമേഷ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി അനീഷ് ഗുരുവായൂർ അധ്യക്ഷത വഹിച്ചു. ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി RV ഇക്ബാൽ, യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം അജിത് ഗുരുവായൂർ, സംസ്ഥാന കമ്മിറ്റി അംഗമായ സൗമ്യ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. മധുരപലഹാര വിതരണവും ഉണ്ടായി. വേലൂർ കുറുമാൽ കൂട്ട് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും തൃശൂർ അശ്വിനി ആശുപത്രിയും ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രിയും സംയുക്തമായി മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കുറുമാൽ സെന്റ് ജോർജ് പള്ളി വികാരി ഫാദർ ഡോക്ടർ സേവ്യർ ക്രിസ്റ്റി പള്ളിക്കുന്നത്ത് മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കൂട്ട് ഭാരവാഹികളായ പ്രസിഡന്റ് PS ജോബിൻ, വൈസ് പ്രസിഡന്റ് CJ ജെറിൻ, സെക്രട്ടറി ജിസൻ തോമസ്, ട്രഷറർ ലിറ്റോ ജോസ് എന്നിവർ നേതൃത്വം നൽകി. കുറുമാൽ പള്ളി പാരിഷ് ഹാളിൽ നടന്ന ക്യാമ്പിൽ 120ഓളം പേർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 11,925 രൂപ, പവന് 95,400 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 190 രൂപ. ചരമം. അടുപ്പുട്ടി പള്ളിക്കര കുഞ്ഞുണ്ണി മകൻ ജയപ്രകാശൻ നിര്യാതനായി. 67 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി ശാന്തി തീരത്ത് നടത്തി. രാധ ഭാര്യയും രാജി, റിജി, രാജീവ് എന്നിവർ മക്കളുമാണ്. ആനായ്ക്കൽ നെടിയടത്ത് വീട്ടിൽ ദേവരാജൻ നിര്യാതനായി. 67 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10 മണിക്ക് കുന്നംകുളം നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടത്തും. രതി ഭാര്യയും ദിവ്യ, ജിതൻ, ജിജിത്ത് എന്നിവർ മക്കളുമാണ്. ചാലിശ്ശേരി കല്ലുംപുറം റോഡിൽ തോപ്പിൽ കിടങ്ങത്ത് പരേതനായ ഇയോബ് ഭാര്യ അച്ചാമ്മ നിര്യാതയായി. 90 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 11-ന് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളി സെമിത്തേരിയിൽ നടത്തും. പീറ്റർ, പോൾ, ലീല, വർഗീസ്, നീന എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. തദ്ദേശ തിരഞ്ഞെടുപ്പ്. തൃശൂർ ഉൾപ്പെടെയുള്ള വടക്കൻ ജില്ലകളിലെ പ്രചരണം ആവേശത്തിന്റെ കൊട്ടിക്കലാശത്തിൽ. വൈകിട്ട് 6 മണി വരെയാണ് പരസ്യപ്രചരണം. രാഷ്ട്രീയ പാർട്ടികൾ പ്രാദേശിക പരിധിയിൽ ആവേശത്തോടെ കലാശക്കൊട്ട് നടത്തി പ്രചരണം അവസാനിപ്പിക്കും. നാളെ നിശബ്ദ പ്രചരണം, മറ്റന്നാൾ ജനം വിധിയെഴുതും. മധ്യതെക്കൻ കേരളത്തിൽ മികച്ച പോളിംഗ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. 3 കോർപ്പറേഷനുകൾ, 39 മുനിസിപ്പാലിറ്റികൾ, 7 ജില്ലാ പഞ്ചായത്തുകൾ ഉൾപ്പെടെ 591 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ്.
ജനത്തെ ഭീതിയിലാഴ്ത്തി ഗുരുവായൂരിൽ വീണ്ടും തെരുവുനായ ആക്രമണം. 3.5 വയസ്സുകാരിയടക്കം 3 പേർക്ക് നായയുടെ കടിയേറ്റു. നായയ്ക്ക് പേവിഷബാധയുണ്ടോ എന്ന് സംശയം. പടക്കേക്കാട് മണികണ്ഠേശ്വരത്ത് കാറിൽ ബൈക്ക് ഇടിച്ച അപകടം. 2 യുവാക്കൾക്ക് ഗുരുതര പരിക്ക്. ഒരാളുടെ നില അതീവ ഗുരുതരം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.